ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ഒരു ഹൽവ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിതാ മിക്സീൻ്റെ ജാറിലേക്ക് എടുത്തിടുന്നുണ്ട്. എന്നിട്ടിത് വരട്ടിയെടുക്കണം. അപ്പോൾ പപ്പാതി ഇട്ടിട്ട് അരച്ചെടുക്കാം. ഒരുപാടായിട്ട് അരയാണ്ടായി പോണ്ട. ഞാൻ അരച്ചെടുത്തിട്ട് വേഗം വരുന്നു. അപ്പോൾ ഇതാ ഒരിക്കൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേതും കൂടി ഇതേപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ അരച്ചിട്ട് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് നമ്മളെ ചക്ക. ഇനി നമുക്കിത് വരട്ടിയെടുക്കണം. അതിന് വേണ്ടുന്ന ഒരു തേങ്ങേൻ്റെ പാലെടുത്ത് വെക്കണം. പിന്നെ വെല്ലം ഉരുക്കിയെടുക്കണം. ഇതെല്ലാം ചെയ്തിട്ട് വേണം നമുക്കാക്കാൻ. അപ്പോൾ ഞാൻ ആ പരിപാടിയെല്ലാം ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഒരു തേങ്ങേൻ്റെ പാല് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 500 വെല്ലം എടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്, കോൺഫ്ലവറും മൈദയൊന്നുമല്ല. അപ്പോൾ ചക്ക വരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പിൽ വെക്കണം. അതിലെടുക്ക് വെല്ലം ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ വെല്ലം വേഗം ഉരുക്കിയെടുക്കട്ടെ. അപ്പോൾ വെല്ലം ഇതാ ഞാൻ പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വേഗം ഗ്യാസിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കട്ടെ. ഇതാ ഗൈസ്, 500 വെല്ലം എടുത്തു. അപ്പം ഞാൻ വേഗം അടുപ്പത്ത് വെച്ചാക്കട്ടെ. ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി വേഗത്തിലാകട്ടെ. ചക്കയും വരട്ടാൻ വെച്ചിട്ടുണ്ട്, വെല്ലം ഇതാ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം നോക്കട്ടെ, ഇല്ലെങ്കിൽ ആവില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നല്ലോണം ഇത് ഇളക്കി കൊടുക്കാം. ഇത് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ചക്ക വരണ്ട് വരട്ടെ, അപ്പോഴേക്ക് വെല്ലം റെഡിയാകട്ടെ. എല്ലാം ചടപടേന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം നോക്കാം. അപ്പോൾ ഇതിലടക്കം നമുക്ക് തേങ്ങാപ്പാലിൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് കലക്കി വെക്കണം. ഇതെല്ലാം റെഡിയാകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് വരണ്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ചക്കയെല്ലാം വരണ്ട് വന്നിട്ടുണ്ട്. വെല്ലം ഉരുക്കിയത് ഞാൻ അരിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വെല്ലം ഉരുക്കിയത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചു. ഇനി നമുക്കിതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. ചക്ക വരട്ടിയതും വെല്ലം അതിൽ വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരിപ്പൊടി തേങ്ങാപ്പാലിൻ്റെ അകത്ത് കലക്കിയിട്ട് വെക്കണം. ഇപ്പം ഞാൻ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്, അധികം തീ കൂട്ടി വെച്ചിട്ടില്ല, കുറച്ചിട്ടാണുള്ളത്. അപ്പം എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് യോജിച്ച് വരട്ടെ. വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിപ്പൊടി തേങ്ങാപ്പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ തേങ്ങാപ്പാലിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ. എന്നിട്ട് നമുക്ക് കലക്കിയെടുക്കണം. കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ കട്ടയില്ലാണ്ട് കലക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഞാൻ തേങ്ങേൻ്റെ പാലിൽ അരിപ്പൊടി ചേർത്ത് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം.
എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. കൈവിടാണ്ട് ഇളക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. അപ്പോൾ ഇത് കുറുകി വരും. അധികം തീ കൂട്ടി വെക്കാണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തോളൂ. കണ്ടല്ലോ, ഇതാണ് പരിപാടി. അപ്പോൾ അത് കുറുകി വരും. അപ്പം ഞാനിത് കുറുകി വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തായിപ്പോണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്കായ പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇതാ, അപ്പം നല്ല മണം ഉണ്ടാവും ഏലക്കായൻ്റെ. ഇപ്പം ചക്കേൻ്റെതായതുകൊണ്ട് ഇത് കൈക്കെല്ലാം പൊട്ടിത്തെറിക്കും. നമ്മൾ ഇളക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ. തീ അധികം കൂട്ടി വെക്കാനേ പാടില്ല. അപ്പോൾ ഇനിയൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നില്ല അങ്ങനെ, അത്. അപ്പോൾ ഇനി ഇത് കുറുകി വരട്ടെ. കുറച്ച് കുറുകിയാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. കുറുകിയില്ല, ശരിക്ക് കുറച്ചേ അതിനുള്ളൂ, കുറച്ചും കൂടി ഉണ്ട് കുറുകി വരാൻ. അപ്പോൾ കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കാം. കുറുകി വരുന്നുണ്ട്, കണ്ട. ഇല്ല, ഇനിയുണ്ട് കുറേ കുറുകാൻ, ഇത്രയൊന്നല്ല. നല്ല അടിപൊളിയായിട്ട് കുറുകി വരണമല്ലോ. അപ്പം എല്ലാം കുറുകിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഹലുവക്കാവുമ്പോൾ അങ്ങനെയുണ്ട്, കൈവിടാതെ നമ്മൾ ഇളക്കണം. പിന്നെ ഇങ്ങനത്തെ പാനായതുകൊണ്ട് പ്രശ്നമില്ല, അടിക്ക് പിടിക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസം. ഇപ്പം എല്ലാ സ്ഥലത്തും ആകാൻ ഞാനൊരു കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനും നല്ല ഇതല്ലേ. അപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ആയിക്കോളും അണ്ടിപ്പരിപ്പെല്ലാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇത് ലാസ്റ്റ് ആയാലും ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളെ ഹലുവേൻ്റെ അകത്ത് ഇടക്കിടക്ക് ഓരോന്ന് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. കുറുകി വരുന്നേരട തന്നെ. അപ്പോൾ ഹലുവ റെഡിയാക്കി വെക്കുന്ന പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. നെല്ലിട്ട് കൊടുക്കുന്നുണ്ട് ലേശം. ഒരു ഭംഗിക്ക്. ഇനി ഹലുവേൻ്റെ അകത്തും കുറച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇതിലും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ ഇട്ട് കൊടുക്കുന്ന ഒരു ഭംഗിയല്ലേ ഇങ്ങനെ വെള്ള കാണുമ്പോൾ. ഹലുവേൻ്റെ അകത്ത് വെള്ള എള്ള് ഇടക്കിടക്ക് കടിക്കുമ്പോൾ എന്താ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം നെയ്യല്ല ഞാൻ ആക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും കൈക്ക് തെറിക്കുന്ന നല്ലോണം നോക്കണം. അപ്പോൾ ഇതാ കുറച്ച് കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതാ, ഓക്കെ. അപ്പോൾ ഇനി വേഗത്തിലായിക്കോളും. ഇനി ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല കണ്ടീഷനായിട്ട് ഹൽവയാവും. അപ്പോൾ നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ഒഴിച്ച നെയ്യും വെളിച്ചെണ്ണയും കണ്ട തെളിഞ്ഞ് വരുന്നതാ, കണ്ട നിങ്ങൾ കാണുന്നില്ലേ. ഇത് ഏകദേശം ആവാനായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാ ആകാനാകുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് വരിക, കണ്ട. അടിപൊളിയായിട്ട്. അപ്പോൾ ഇത് ഞാൻ ലേശം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു പറ്റലുണ്ട്. ഇതാ, അപ്പോൾ ലേശം കൂടി ആവണം.
അതാണ് അതിൻ്റെ കണക്ക്. നമ്മളെ കൈക്ക് പറ്റാൻ പാടില്ല. അപ്പോൾ ക്ലിയറായി. അപ്പോൾ ഞാൻ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ട് കണ്ട. ഇതാ കണ്ടില്ലേ നിങ്ങളിതാ, ഞാൻ ഒഴിച്ച വെളിച്ചെണ്ണയും നെയ്യും എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹലുവ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് തീ ഓഫാക്കാം. ഇപ്പം ഇങ്ങനെ ആക്കുമ്പോൾ ഹലുവ നല്ല അടിപൊളിയായിട്ടെല്ലാം കാണുന്നില്ലേ, പറ്റാണ്ട് കിട്ടുന്നു. അപ്പോൾ അടിപൊളിയായിട്ടായിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഞാൻ നമ്മളെ ചക്ക ഹലുവയുടെ റെഡി ആയിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയെല്ലാം നമുക്ക് മാറ്റണം. അപ്പോൾ ഇതാ ഞാൻ ഈ പാത്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. നമ്മളെ ചക്കപ്പഴം കൊണ്ടുള്ള ഹലുവ ഇവിടെ റെഡിയാക്കിയിട്ടാണല്ലോ. അറിയതിൻ്റെ ശേഷം മാത്രമേ ഇതിനെ നമുക്ക് തട്ടിയിട്ടെല്ലാം എടുക്കാൻ പറ്റൂ ഗൈസ്. അതുവരെയും എടുക്കാൻ പറ്റില്ല. ഇപ്പം നല്ല ചൂടാണ്. ഇപ്പോൾ ചൂടാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചൂടായത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഹലുവയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. കാണുമ്പം തന്നെ അടിപൊളിയാണ്. അപ്പോൾ പിന്നെ കഴിക്കാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇതാ ചൂടാണ്. ഇതാ നമ്മുടെ ചക്ക ഹലുവയുടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ട് ഇതെല്ലാം എടുത്ത് തട്ടിയിട്ട് മുറിക്കുന്നതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം. ഓക്കേ, ബൈ.